നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അർജുനായുള്ള രക്ഷാദൌത്യം അനിശ്ചിതത്വത്തിൽ. ശിരൂരിലെത്തിയ നേവി സംഘം മടങ്ങി. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം. നേവി സംഘം പുഴയിൽ പരിശോധന നടത്താതെ മടങ്ങി. രക്ഷാപ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ അർജുന്റെ കുടുംബം ആരോപിക്കുന്നത്. രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചാലും ദൗത്യ സംഘങ്ങൾ മേഖലയിൽ തുടരുമെന്നായിരുന്നു നേരത്തെ ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അപകട സ്ഥലത്തുള്ളത് ദേശീയപാതയിലെ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു JCBയും 3 പോലീസ് ഉദ്യോഗസ്ഥരും മാത്രമാണ്. ശിരൂരിൽ രക്ഷാദൌത്യം പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയിലാണെന്ന് വിജിൻ MLAയും ആരോപിച്ചു. ആശങ്കപ്പെട്ടതുപോലെ പുഴയിൽ മാത്രമല്ല കരയിൽ പോലും സംവിധാനങ്ങളിൽ നിന്നും NDRFന്റെയും നാവികസേനയുടെയും സംഘം സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അർജുനെ കാണാതായി 14 ദിവസങ്ങൾ പിന്നിടുമ്പോഴും പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളി ഉയർത്തുകയാണ്. പുഴയിലെ കുത്തൊഴുക്കും ചെളിയുമാണ് ദൗത്യത്തിന് പ്രതിസന്ധിയാകുന്നത്. അനുകൂല കാലാവസ്ഥയാണെങ്കിൽ മാത്രമേ ഇന്ന് നദിയിൽ പരിശോധന നടത്തൂ എന്ന് അധികൃതർ നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ശിരൂരിൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം തുടരും. തൽക്കാലം ദേശീയപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്.